നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. വയനാട്ടിലെ ഉരുൾപൊട്ടലിൻ്റെ ഞെട്ടൽ മാറുന്നതിന് മുമ്പ് തന്നെ വടക്കൻ ജില്ലകളിൽ ചില സ്ഥലങ്ങളിൽ ഇന്നലെ പ്രത്യേകിച്ച് പ്രകമ്പനം കൊള്ളിക്കത്തക്ക നിലയിലുള്ള ചില ശബ്ദങ്ങൾ കേട്ടതായി പറയപ്പെടുന്നു. മുഴക്കം കേട്ടത് കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ ജില്ലകളിലാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു വലിയ ദുരന്തത്തിൻ്റെ ഭീതി മാറുന്നതിന് മുമ്പ് തന്നെ ഭയവിഹുലരായി ജനമെല്ലാം വെളിയിലേക്ക് ഇറങ്ങി ഓടുന്നൊരു കാഴ്ചയാണ് ഇന്നലെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇന്നലെ രാവിലെ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായപ്പോൾ പെട്ടെന്ന് തന്നെ പഞ്ചായത്ത് അധികൃതർ, മറ്റ് ഉന്നതമായ ഉദ്യോഗസ്ഥർ, ജിയോളജിക്കലായിട്ടുള്ള അതിൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ളവരെല്ലാം ഈ പ്രതിഭാസത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് അതിനെക്കുറിച്ച് വിദഗ്ധമായ അന്വേഷണം നടത്തുവാനായിട്ട് കടന്നു വന്നതായിട്ട് അറിയാനായിട്ട് കഴിഞ്ഞു. ഈ വിഷയം ഉണ്ടായപ്പോൾ തന്നെ പല സ്ഥലങ്ങളിൽ സ്കൂളുകൾ നേരത്തെ തന്നെ ഇവിടെയും കുഞ്ഞുങ്ങളെ സുരക്ഷിതരായ അവരുടെ ഭവനങ്ങളിലേക്ക് പറഞ്ഞു നീക്കുകയും ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ഇതൊരു ഭൂചലനമല്ലെന്നും ഇത് വെറും ഒരു പ്രകമ്പനമായി മാത്രമേ ഇതിനെ ഇപ്പോൾ പ്രാഥമികമായി കണക്കാക്കാൻ കഴിയത്തുള്ളൂ എന്നാണ് പറയുന്നത്. ഉരുൾപൊട്ടലോ മണ്ണിടിച്ചിലോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണെന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പണ്ട് കാലങ്ങളിലെ പോലെയല്ല, ഭൂമിയുടെ അവസ്ഥയ്ക്കൊക്കെ ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും കാണാതെ പോവുകയാണ്. ചില കാര്യങ്ങൾ ഭൂമി തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രകമ്പനമുണ്ടായ മേഖലകളിൽ അതീവ ശ്രദ്ധയും ജാഗ്രതയുമാണ് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദുരന്തത്തിൻ്റെ ആഘാതം സൃഷ്ടിച്ച പ്രയാസങ്ങൾ ചെറുതല്ല. അതിൽ നിന്നും ഒരു നാട് കരയേറി വരുന്നതേ ഉള്ളൂ. വീണ്ടും വീണ്ടും തുടരെ ദുരന്തങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ പിടിച്ചു നിൽക്കുക പ്രയാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടും കരുതലോടും വേണം നമ്മുടെ ഓരോ ചുവടുകളും എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നതാണ് ഈ പുതിയ പ്രതിഭാസങ്ങൾ. അതുകൊണ്ട് എല്ലാവരും വളരെ ജാഗ്രത പാലിക്കുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.